ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ എന്നുള്ളൊരു കാര്യം, അല്ലെങ്കിൽ ചിലപ്പോൾ ആ ഒരു പേഴ്സണ് പകരം പുതിയൊരാളാണോ നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി വരാനായിട്ട് പോകുന്നത്. ഇതാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത്, ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ആരെങ്കിലും ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നമ്മളിവിടെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു സമയത്ത് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോവുക. ആരും ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിംഗ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ, അതുപോലെ തന്നെ ആ ഒരു പേഴ്സൺ തിരികെ വരുന്നില്ല എന്നുണ്ടെങ്കിൽ പുതിയൊരു വ്യക്തിയാണോ നിങ്ങളിലേക്ക് തിരികെ വരുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ തന്നെയാണോ നിങ്ങളിലേക്ക് തിരികെ വരിക, ഇതാണ് നമ്മളോട് നോക്കാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി ഒരു പുതിയൊരു വ്യക്തി തിരികെ വരുമോ, അതോ നിങ്ങളുടെ പേഴ്സൺ തന്നെ നിങ്ങളിലേക്ക് തിരികെ വരുമോ, ഈ ഒരു കാര്യമാണ് നമ്മളോട് നോക്കുന്നത്. 3 of Wands നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, 3 of Cups ആണ്, എംപ്രസ് കാർഡ് വരുന്നുണ്ട്, ആൻഡ് ക്യൂൻ ഓഫ് പെന്റക്കിൾസ്. അപ്പോൾ ഇത്രയും കാർഡുകളാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് നോക്കാം. അപ്പോൾ ഇന്ന് ഇവിടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഒരുപാട് പേര് മനസ്സ് സൂക്ഷിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ്. നിങ്ങളുടെ പേഴ്സൺ തിരികെ വരുമോ, അതോ ഇനി യൂണിവേഴ്സ് നിങ്ങൾക്കായിട്ടൊരു പുതിയ വ്യക്തിയെ ഒരുക്കുന്നുണ്ടോ, ഈ ഒരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പം ആദ്യത്തെ കാർഡ് നമ്മളിവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് 3 of Wandsന്റെ ഒരു കാർഡാണ്. ഈ കാർഡ് പറയുന്നത് കാത്തിരിപ്പിന്റെ അവസാന ഘട്ടത്തെക്കുറിച്ചാണ് ഈ കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങൾ പലരും ഒരുപാട് കാലങ്ങളായിട്ട് ഒരു മെസ്സേജിനോ ഒരു ഫോൺ കോളിനോ അല്ലെങ്കിൽ ഒരു തിരിച്ചുവരവിനോ ഒക്കെ വേണ്ടി കാത്തിരിക്കുന്ന ഒരു സമയമായിരിക്കാം. അപ്പം ഈ ഒരു പേഴ്സണുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒത്തിരി ഓർമ്മകൾ ഇന്നും നിങ്ങളുടെ മനസ്സിലുണ്ടാകാം. അപ്പൊ 3 of Wands കാണിക്കുന്നത് ആ വ്യക്തി ഒരിക്കൽ നിങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടാവാം, പക്ഷെ ആ ഒരു അകലം അവരെ പല കാര്യങ്ങളും തിരിച്ചറിയാനായിട്ട് സഹായിച്ചു എന്നുള്ളതാണ്. അവർക്കിപ്പോൾ ആ ഒരു പഴയ തീരുമാനങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ആ തീരുമാനത്തെക്കുറിച്ച് ആലോചിക്കേണ്ടി വരുന്ന ഒരു സമയമാണ്. എന്നാൽ ഈ ഒരു കാർഡ് ഒരു കാര്യം കൂടി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. കാത്തിരിപ്പ് മാത്രം ആയിട്ട് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ഒതുക്കി കളയരുത് എന്നുള്ളതാണ്. യൂണിവേഴ്സ് നിങ്ങളോട് മുന്നോട്ട് നോക്കാനായിട്ട് അല്ലെങ്കിൽ മുന്നോട്ട് മൂവ് ഓൺ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. കാരണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ പുതിയ അവസരങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു. ആ അവസരങ്ങൾക്കൊത്ത് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം എന്നുള്ളൊരു കാര്യം കൂടി യൂണിവേഴ്സ് ഇവിടെ നമുക്ക് ഈ ഒരു കാർഡിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് 3 of Cupsന്റെ ഒരു കാർഡാണ് വന്നിട്ടുള്ളത്. ഇത് സന്തോഷത്തിന്റെയും അതുപോലെ തന്നെ വീണ്ടും കൂടിച്ചേരുന്നതിന്റെയും ഒരു കാർഡാണ്. ഇവിടെ 2 സാധ്യതകളാണ് നമ്മൾ കാണുന്നത്. ഒന്നാമത്തേത്, നിങ്ങളുടെ പേഴ്സൺ വീണ്ടും നിങ്ങളെ സമീപിക്കാനായിട്ട് ശ്രമിച്ചേക്കാം, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരാം. അതൊരു മെസ്സേജ് ആയിട്ടോ ഒരു അപ്രതീക്ഷിത കണ്ടുമുട്ടലായിട്ടോ അല്ലെങ്കിൽ ഒരു സോറി പറഞ്ഞുകൊണ്ടോ. പക്ഷെ മറ്റൊരു സാധ്യതയും ഈ ഒരു കാർഡ് കാണിക്കുന്നുണ്ട്. നിങ്ങൾ പുതിയ ആളുകളെ പരിചയപ്പെടുന്ന ഒരു സാഹചര്യം വരാം. അതായത് സുഹൃത്തുക്കൾ വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലത്തുള്ള ഒരു വ്യക്തിയായിരിക്കാം, അത് കുടുംബ ചടങ്ങുകൾക്കിടയിൽ കണ്ടുമുട്ടുന്ന ഒരു പേഴ്സൺ ആകാനും ഉള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ പുതിയൊരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള ഒരു സാധ്യതയും ഇവിടെ വളരെ ശക്തമാണ്. അതായത് യൂണിവേഴ്സ് ഒരു വാതിൽ മാത്രം നിങ്ങൾക്ക് വേണ്ടിയിട്ട് തുറക്കുന്നില്ല, ഒത്തിരി അവസരങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് തരുന്നു എന്നുള്ളതാണ്. അപ്പൊ 2 സാധ്യതകളും നിങ്ങളുടെ മുന്നിലുണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കും. പിന്നെ നമ്മളിവിടെ നോക്കുമ്പോൾ മൂന്നാമത്തെ കാർഡ് ഇത് എംപ്രസ് കാർഡാണ്. അപ്പൊ ഈ റീഡിങ്ങിൽ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു കാർഡ് ഇത് തന്നെയാണ്. എംപ്രസ് കാർഡ് പറയുന്നത് ഇനി നിങ്ങളുടെ ജീവിതത്തിന്റെ കേന്ദ്രം, അതായത് ഏറ്റവും ഇമ്പോർട്ടന്റ് നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങൾക്ക് തന്നെയാകണം. നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോഴാണ് ശരിയായ റിലേഷൻഷിപ്പുകൾ, അതായത് ശരിയായ ബന്ധങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നത്. ഈ കാർഡ് കാണിക്കുന്നത് നിങ്ങൾ മുൻപത്തെ ആ ഒരു വേദനയിൽ നിന്ന് പതിയെ സുഖം പ്രാപിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പം നിങ്ങളുടെ ആ ഒരു ആത്മവിശ്വാസവും ആ ഒരു മൂല്യബോധവും ഉയരുന്ന ഒരു സമയമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ആ ഒരു പഴയ പേഴ്സണും നിങ്ങളുടെ മാറ്റം ശ്രദ്ധിക്കാനുള്ള ഒരു സാധ്യത ഇവിടെ കാണുന്നത്. അതേസമയം തന്നെ പുതിയ ഒരാള് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നാലും അവര് നിങ്ങളെ വളരെ ഒരു റെസ്പെക്റ്റോടും കരുതലോടും കാണാനുള്ള സാധ്യതയാണ് ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കാണാനായിട്ടും പറ്റുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ക്യൂൻ ഓഫ് പെന്റക്കിൾസിന്റെ ഒരു കാർഡാണ് ലാസ്റ്റ് വന്നിട്ടുള്ളത്. ഇതാണ് ഈ റീഡിങ്ങിന്റെ അവസാനത്തെ ഒരു സന്ദേശമായിട്ട് നമുക്ക് കിട്ടുന്നത്. ക്യൂൻ ഓഫ് പെന്റക്കിൾസ് ഒരു സ്ഥിരതയുടെയും അതുപോലെ തന്നെ സുരക്ഷയുടെയും യഥാർത്ഥ സ്നേഹത്തിന്റെയും ഒക്കെ പ്രതീകമായിട്ടാണ് ഈ ഒരു കാർഡിനെ നമ്മൾ പറയുന്നത്. അപ്പം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ബന്ധം വെറും ഒരു ഫീലിങ്സ് മാത്രം അടിസ്ഥാനമാക്കിയുള്ളതാവില്ല. അതിൽ വിശ്വാസവും ഉത്തരവാദിത്വവും ഭാവിയെക്കുറിച്ചുള്ള വ്യക്തതയും ഒക്കെ ഉണ്ടാകും.
ഇപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാന ഒരു ചോദ്യം വരുന്നത് അത് ആ ഒരു പഴയ പേഴ്സൺ ആണോ അല്ലെങ്കിൽ പുതിയ ഒരാളാണോ എന്നുള്ളതാണ്. അപ്പൊ കാർഡുകൾ പറയുന്നത് പഴയ പേഴ്സൺ തിരികെ വരാനുള്ള സാധ്യത പൂർണ്ണമായിട്ടും നമുക്ക് തള്ളിക്കളയാനായിട്ട് പറ്റില്ല. കാരണം നമുക്ക് ഇവിടെ 3 ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്, 3 ഓഫ് കപ്സും വീണ്ടും ബന്ധപ്പെടാനുള്ള ഊർജ്ജത്തെയാണ് കാണിക്കുന്നത്. പക്ഷെ ദ എംപ്രസ് കാർഡും ക്യൂൻ ഓഫ് പെന്റിക്കിൾസും വരുമ്പോഴത്തേക്കും പറയുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ഏറ്റവും നല്ലതായ, അതായത് നിങ്ങളുടെ ഭാവിയിൽ ഏറ്റവും നല്ലതായിട്ട് നിൽക്കുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് മാത്രമേ അത് നിലനിൽക്കുകയുള്ളൂ എന്നുള്ളതാണ്. അത് ആ ഒരു പഴയ വ്യക്തിയാണെങ്കിൽ ആ പേഴ്സൺ മാറിയിട്ട് വേറൊരാൾ വരണം എന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ വരും എന്നുള്ളതാണ്. അങ്ങനെ മാറാതെ വന്നാൽ യൂണിവേഴ്സ് പുതിയ ഒരാളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. ആ ഒരാൾ എത്തുന്നതോടുകൂടി എല്ലാം മാറും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഈ ഒരു റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക്, കൂടുതൽ ആളുകൾക്കും പുതിയൊരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ടാണ്. നമുക്ക് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് ആ ഒരു പഴയ പേഴ്സൺ വീണ്ടും നിങ്ങളിലേക്ക് വരുന്നുള്ളൂ. ബാക്കി മുഴുവൻ ആളുകൾക്കും ഒരു പുതിയ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ കൂടി വേണ്ടാന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾ തടഞ്ഞു നിർത്തിയാൽ പോലും നിൽക്കാത്ത രീതിയിൽ ഒരു പുതിയ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പൊ നിങ്ങൾ നഷ്ടപ്പെട്ട ആളെ മാത്രം നോക്കി ഇങ്ങനെ ജീവിതം നിർത്തി വെക്കരുത് എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. നിങ്ങളുടെ മൂല്യം തിരിച്ചറിയുന്ന ഒരു റിലേഷൻഷിപ്പ് നിങ്ങളെ തേടിയെത്തും. നിങ്ങളെ സ്നേഹിക്കുന്ന നിമിഷം മുതൽ നിങ്ങളുടെ ജീവിതത്തിലെ സ്നേഹത്തിന്റെ ആ ഒരു സ്റ്റാറ്റസ് തന്നെ മാറും, അങ്ങനെ മാറി തുടങ്ങും. അതിനാൽ ഈ റീഡിങ്ങിന്റെ മൊത്തം എനർജി നോക്കുമ്പോൾ പഴയ പേഴ്സൺ തിരികെ വരാനുള്ള സാധ്യത കാണുന്നുണ്ടെങ്കിലും ആ ബന്ധം നിങ്ങളുടെ വളർച്ചയ്ക്ക് അനുയോജ്യമല്ലെങ്കിൽ യൂണിവേഴ്സ് പുതിയൊരാളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യത അതിൽ ശക്തമായിട്ട് ഇവിടെ കാണിക്കുന്നു എന്നുള്ളതാണ്. അപ്പം നമുക്ക് എപ്പോഴും അപ്പോൾ ഒരു പുതിയ ആൾ വരും എന്ന് തന്നെയാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുക. അവസാനം ഈ പഴയ പേഴ്സൺ വേണോ അല്ലെങ്കിൽ പുതിയൊരു വ്യക്തി വേണോ എന്നൊരു തിരഞ്ഞെടുപ്പ് നിങ്ങൾക്ക്, ആ ഒരു ഡിസിഷൻ നിങ്ങളുടെ മുന്നിലേക്ക് വരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു തിരഞ്ഞെടുപ്പ് നിങ്ങളുടേതാണ്. നിങ്ങളെ വേദനിപ്പിച്ച ആ ഒരു പഴയ കഥ വീണ്ടും സ്വീകരിക്കണമോ അല്ലെങ്കിൽ അതിലേക്ക് തിരികെ പോകണോ, അല്ലെങ്കിൽ നിങ്ങളെ ബഹുമാനിക്കുകയും സുരക്ഷിതമായി സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്ന പുതിയൊരു അധ്യായത്തിലേക്ക് കടന്നു പോകണോ, ആ ഒരു വ്യക്തിയെ സ്വാഗതം ചെയ്യണമോ, ഈ ഒരു തീരുമാനം നിങ്ങളാണ് എടുക്കേണ്ടത്. ആ ഒരു തീരുമാനത്തിലേക്കാണ് ഈ ഒരു കാർഡുകൾ നിങ്ങളെ നയിക്കുന്നത് എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഈ റീഡിങ്ങിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുള്ളത്. അപ്പോൾ റീഡിങ് നമ്മൾ ക്ലൂസ് ഒന്നും എടുക്കുന്നില്ല. അപ്പോൾ റീഡിങ് നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് സെക്ഷനിൽ ഹൈപ്പും കൂടി ഒന്ന് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.